ഒരുപാട് നാളായി സ്വപ്നം കണ്ടിരുന്നൊരു യാത്ര നമ്മളിന്ന് ആരംഭിക്കുകയാണ്. അപകടം പതിയിരിക്കുന്ന സോജില പാസിലൂടെ 0 പോയിൻറ്റും ഡ്രാസ് വാലിയും കടന്ന് ബൈക്കേഴ്സിൻ്റെ ഇഷ്ട റൂട്ടായ ലേ റൂട്ടിലൂടെ മനോഹരമായ ഹിമാലയൻ മലനിരകൾ ആസ്വദിച്ചുകൊണ്ട് ചരിത്രമുറങ്ങുന്ന കാർഗിലിലേക്കൊരു യാത്ര. ഈ ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൂടെ ക്ഷണിക്കുകയാണ്. വരൂ, നമുക്ക് ഒന്നിച്ച് ആരംഭിക്കാം. വെൽക്കം ടു ട്രാവൽ സ്റ്റോറീസ് ബൈ നന്ദു. ഗുഡ് മോർണിംഗ് ഓൾ. ശ്രീനഗറിലെ ഒരു പൊൻപ്രഭാതം കണ്ടുകൊണ്ട് നമ്മളിതാ നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവാണ്. നമ്മളിന്ന് പോകുന്നത് കാർഗിലിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റൂട്ടുകളിലൊന്നായിട്ടുള്ള ശ്രീനഗർ മുതൽ ലേ വരെയുള്ള ദേശീയപാത 1 നമ്മളിന്ന് പോകാൻ പോകുന്നത്. മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള സോജില പാസ് ഒക്കെ കടന്നു വേണം നമുക്ക് കാർഗിലെത്താൻ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ബുള്ളറ്റ് എടുത്താണ് പോകുന്നത്. ശ്രീനഗറിൽ നിന്ന് 1200 രൂപയ്ക്ക് നമുക്ക് ബുള്ളറ്റ് കിട്ടും. 1500 രൂപയാണ് ഹിമാലയന് വേണ്ടി വരുന്നത്. നമുക്ക് ഹിമാലയൻ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബുള്ളറ്റ് എടുത്ത് പോകുന്നത്. കാശ്മീരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ സോനാമാർഗ് കഴിഞ്ഞ് വേണം നമുക്ക് സോജില പാസിലേക്ക് എത്താൻ. ശ്രീനഗറിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് സോനാമാർഗ്. സ്വർണ്ണ പുൽത്തകിടി എന്നാണ് സോനാമാർഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വസന്തകാലം ആയിക്കഴിഞ്ഞാൽ സ്വർണ്ണ നിറത്തിനോട് സമാനമായിട്ടുള്ള ആ ഒരു കളറിലുള്ള പൂക്കൾ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കും. അപ്പോൾ എന്താ, സൂര്യരശ്മി പതിക്കുമ്പോൾ അത് സ്വർണം തിളങ്ങുന്ന പോലെ കൊടുമുടി മുഴുവൻ വെട്ടി തിളങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് സോൻമർഗിന് ആ ഒരു പേര് വരാൻ കാരണം. സോനമാർഗിലേക്കൊക്കെ യാത്ര പോകുന്നവർ അതിരാവിലെ തന്നെ നിങ്ങളുടെ യാത്ര ആരംഭിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടും. ഹിമാലയൻ താഴ്വാരങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് ഉദിച്ചു വരുന്ന സൂര്യരശ്മികൾ പതിക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ്. ഈ ഗ്രാമങ്ങളിലൂടെ ഒഴുകുന്ന സിന്ധ് റിവർ അതിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. അങ്ങനെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര കൊണ്ട് നമ്മൾ സോനമാർഗിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാഴ്ചയിൽ നല്ല വെയിലുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. -3 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. ലഡാക്കിലേക്ക് പോകുന്ന യാത്രികരെയൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതാ ഇവരെ കണ്ടത്. ഇവർ കർണാടക സ്വദേശികളാണ്. തൊട്ടു മുമ്പിലായിട്ട് ഇതാ നമ്മുടെ മലയാളികളുണ്ട് 2 പേര്, പാലക്കാടുള്ള അസ്ലം ആൻഡ് ഫിറോസ് ഭായ്. ഒരു വളവ് കൂടെ വളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. സോൻമാർഗിലെ പ്രധാന ആകർഷണമായ തജ്വാസ് ഗ്ലേഷ്യറാണ് നമ്മൾ ദൂരെ കാണുന്നത്. ഇവിടേക്കുള്ള ട്രെക്കിംഗ് സോൻമാർഗിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. സോൻമാർഗിൽ എത്തുന്നവർ നിർബന്ധമായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് തജ്വാസ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അവിടേക്ക് നമുക്ക് ട്രക്ക് ചെയ്തും പോവാം, അതുപോലെ കുതിരപ്പുറത്തും പോകാവുന്നതാണ്. കുതിരപ്പുറത്തൊക്കെ നല്ലോണം ബാർഗെയിൻ ചെയ്തിട്ട് തന്നെ കയറുക കേട്ടോ. നമ്മളെന്തായാലും ഇന്ന് തജ്വാസിലേക്ക് പോകുന്നില്ല, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി എല്ലാ പ്ലാനും സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കാർഗിലിലേക്ക്. അവരവിടെ സോൻമാർഗിൽ നിൽക്കുകയാണ്. നമുക്ക് സമയപരിമിതി കൊണ്ട് അധിക സമയം അവിടെ ചിലവഴിക്കാൻ സാധിച്ചില്ല. നമ്മളിനി നേരെ മുന്നോട്ട് പോവാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോജില പാസാണ്. സോനമാർഗിൽ നിന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പതിയെ നമ്മൾ ഉയരം കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ പതിയെ സോജില പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്.
പൊട്ടിപ്പൊളിഞ്ഞ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ ഇതിനേക്കാൾ വളരെ അപകടം പിടിച്ച ഒരു റോഡായിരുന്നു ഇത്. അതായത് പാറക്കല്ലുകളും അതുപോലെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് ടാറൊന്നുമില്ലാത്ത അത്രയും വിഷമം പിടിച്ച റോഡായിരുന്നു ഇത് മുമ്പുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും അപകടമേറിയ രണ്ടാമത്തെ ചുരം എന്നൊരു പദവി ഈ സൂജില പാസിന് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല റോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ കുറച്ച് ഭാഗങ്ങളിലെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റോഡ് തന്നെയാണ് ഇപ്പോഴും ഇത്. അത് നമ്മൾ കണ്ടതാണ്. കുറച്ച് മുമ്പ് പാലക്കാട് നിന്നുള്ള ഒരു ടീം വന്നിട്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അവർ കൊക്കയിലേക്ക് മറിഞ്ഞ് 5 പേര് മരിക്കാനിടയായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ അത്രയും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചുരമാണ് സൂജില പാസ്. തണുപ്പ് കാലത്ത് മഞ്ഞുവീഴ്ച അധികമാകുമ്പോൾ സൂജില പാസ് ഏകദേശം 4 മാസത്തോളം അടച്ചിടാറുണ്ട്. വേറെ വണ്ടികളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. സോനാമാർഗ് വരെ പോയപ്പോൾ തന്നെ അവർക്ക് മുതലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? അടുത്ത് നിന്ന് മഞ്ഞിങ്ങനെ കണ്ടാൽ മോനെ. ഞങ്ങളിപ്പോൾ നടന്നു കയറുന്നത് മറ്റേ നീമ്പോളി പറഞ്ഞ പോലെ ഒരുപാട് കാലത്ത് നമ്മുടെ ആ ഒരു സ്വപ്നത്തിലേക്കാണ്. എൻ്റെ മോനെ എൻ്റെ മോനെ. പാരഡൈസ്, സ്വർഗത്തിൽ. മോളിന്ന് മഞ്ഞൊരുക്കി വരുന്ന നല്ല ഫ്രഷ് വെള്ളമാണ് കേട്ടോ അത്. തണുത്തു തരുത്ത് തരുത്ത് തരുത്ത്. ഇതാകണ മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകണോ അതോ അവിടെ വെച്ച് നിർത്തണോ? മുന്നോട്ട് പോവില്ലേ? മുകളിലേ കയറണോ? അതാ അവിടെ ഇവിടുന്ന് നല്ല കട്ടനും അതുപോലെ ചായ കിട്ടും കേട്ടോ. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു പറയുന്നത് വെറുതെ അല്ല, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഡ്രാസ് വാലി പിടിക്കണമെന്നുണ്ട്, നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ പോവും. അത് കഴിഞ്ഞ് കാർഗിൽ പിടിക്കണമെന്നുണ്ട്, നോക്കിയിട്ട് ചിലപ്പോൾ പോവും.
ക്ലൈമറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് പോകാവുന്നേ ഉള്ളൂ. കുറച്ച് റിസ്ക്കാണ്, വേറെ ഒന്നുമല്ല. നമ്മളെ ഷൂ നമ്മുടെ മഞ്ഞിലിടാൻ പറ്റിയ ഷൂ അല്ല, സാധാ. ക്ലൈമറ്റ് എത്ര? -4, 5, 6. നേരത്തെ ഓൾറെഡി -4 കാണിച്ചായിരുന്നു. ആരെങ്കിലും മഞ്ഞുരുകി വരുന്ന വെള്ളം കണ്ടിക്കോ. ഇതാ ആ കാണുന്ന കേട്ടോ, മുകളിൽ ഇതാ ആ കാണുന്ന ഹിമാനിന്ന് ഉരുകി വരുന്ന ഏറ്റവും ഫ്രഷായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടിട്ടോ. എടാ ക്യാമറയിലേക്ക് എറിയരുത്. അതെയോ കാര്യമായിട്ടെന്തോ കാട്ടുണ്ട്. എന്താണ് എനിക്ക് എടോ ഞാൻ മറ്റേ സാധനോ നല്ല പൊടി സാധനം മോനെ. ഇപ്പം മനസ്സിലായി ആൾക്കാർ കമ്പ് കുത്തി ട്രക്ക് ചെയ്യുന്നത്. നമ്മൾ വന്നപ്പോഴുള്ളതല്ല, ആള് കൂടി ഇഷ്ടംപോലെ ആള് ഡ്രാസ് വാലി എത്തി. അല്ല ഡ്രാസ് വാലി അല്ല, 0 പോയിന്റിലെത്തി. चलो जाने को द्रास वैली जाने को कोई मुश्किल है? लद्दाख द्रास वैली हाँ जाओ। कौन सा आराम से यहाँ से 1 घंटे का रास्ता, बाइक साथ है ना, बाइक से 1 घंटे का रास्ता। और कोई मुश्किल है? स्नोफॉल ऐसा कुछ नहीं? नहीं कुछ नहीं ठीक है। ഏകദേശം 1.5 മണിക്കൂറോളം നമ്മളിവിടെ അടിച്ചു പൊളിച്ചു. ഇനി നമ്മൾ നേരെ കാർഗിലിലേ പോവാണ്. ശരിക്കും ഇതല്ല 0 പോയിന്റ്, ഇവിടുന്ന് ഒരു 500 മീറ്റർ കൂടി പോകാണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഒരു വൈബ് കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയതാണ്. ശരിക്കും 0 പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മഞ്ഞ് ഉരുകി വെള്ളമാവില്ല എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിലൊക്കെ മഞ്ഞുരുകാത്തൊരു പ്ലേസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി അടിപൊളി കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഭാഗങ്ങളിലായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ലേ റൂട്ട് വഴിയുള്ള കാർഗിലിലേക്കുള്ള യാത്രയുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്.